എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും നമുക്ക് എങ്ങനെ പെട്ടെന്ന് കൂട്ടിയെടുക്കാം അധികം റിസ്ക് ഇല്ലാതെ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നോക്കാൻ പോകുന്നത്. ഇത് തുടക്കക്കാർക്ക് യൂട്യൂബറായിട്ട് തുടങ്ങിയ ആൾക്കാർക്ക്, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറഞ്ഞ ആൾക്കാർക്ക്, വാച്ച് അവറൊക്കെ കുറവുണ്ട്, നമുക്ക് കണ്ടൻറ്റൊന്നും അങ്ങനെ കിട്ടാനില്ല, അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ വയ്യ എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ടെക്നിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വലിയ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർക്കൊന്നും ഇത് ഉപകാരപ്പെടില്ല, പക്ഷെ തുടക്കക്കാർക്ക് വലിയ തോതിൽ, കാരണം ഒരു റിസ്ക്കും ഇല്ലാതെ നമ്മൾ ഈ യൂട്യൂബിൽ തന്നെയുള്ള വീഡിയോ കണ്ട് റിയാക്ട് ചെയ്ത് നമുക്ക് എങ്ങനെ വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും കൂട്ടാമെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ യൂട്യൂബിൽ തന്നെ വളരെ വൈറലായിട്ടുള്ള അല്ലെങ്കിൽ പോപ്പുലറായിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. ആ വീഡിയോസ് തന്നെ നമ്മൾ കണ്ട് നമ്മുടെ റിയാക്ഷൻ അതും കൂടെ ആഡ് ചെയ്തിട്ട് ആ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്ത് അതിൽ കൂടെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറൊക്കെ കൂട്ടുന്നത്. അങ്ങനെ ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട്, എനിക്ക് തന്നെ നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത്തരം ഒരു ടെക്നിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതെങ്ങനെയാണ് അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെയാണത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. ഇത് അവസാനം വരെ കാണും. അത് പുതിയതായിട്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല, ചില ആൾക്കാർക്ക് വിട്ടുപോയിട്ടുള്ള ആൾക്കാർക്ക് ഇത് ചില ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവസാനം വരെ കാണുക. അങ്ങനെ 1-2 ടെക്നിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ തുടങ്ങാം. അപ്പോൾ നേരെ യൂട്യൂബിലേക്ക് പോകുന്നു. നമ്മൾ പോപ്പുലറായിട്ടുള്ള ഏതെങ്കിലും ഒരു ഷോർട്സ് സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്യാൻ വേണമെങ്കിൽ എപ്പോഴും പോപ്പുലറായിട്ടുള്ള മില്യൺ കണക്ക് വ്യൂസ് ഉള്ള ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യണമാവും നല്ലത്. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താഴെ റൈറ്റ് സൈഡ് ഏറ്റവും താഴെ ഒരു 2 സർക്കിൾ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അരമർക്കൂടെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ഓപ്ഷൻ വരും. അതിൽ സെക്കൻഡ് കൊളാബ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. കൊളാബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ക്രീനിലേക്ക് അത് ലോഡാവും. അത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന പാകത്തിന് ലോഡാവുകയാണത്. അത് ലോഡായി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് കൂടെ അതിലേക്ക് വരും. അപ്പോൾ നമ്മൾക്ക് റിയാക്ഷൻ കൊടുക്കാം. നമുക്കത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ അതിൽ താഴെ കാണിക്കും, ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പോപ്പുലറായിട്ടുള്ള മെത്തേഡ് എന്നുള്ളത് നമ്മുടെ ഫേസ് താഴെ വരുന്ന രീതിയിൽ നമ്മൾ റിയാക്ഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പം മുകളിൽ വിഷൻ എന്നുള്ളത് വ്യൂവേഴ്സിൻ്റെ വിഷൻ മുകളിലേക്കാണ് സാധാരണ പോവുക. അപ്പോൾ മുകളിലേക്ക് വീഡിയോ നല്ലതാണെങ്കിൽ അവരത് കണ്ടോളും. നമ്മുടെ മൂഞ്ചിയൊന്നും കാണേണ്ട കാര്യം അവർക്കില്ല. അപ്പോൾ അത് കണ്ടാൽ തന്നെ വ്യൂവേഴ്സ് കൂടും. അതല്ലെങ്കിൽ വേറൊരു മെത്തേഡാണ് ഗ്രീൻ സ്ക്രീൻ എന്നുള്ളത്, തേർഡ് ഓപ്ഷൻ. അത് സെലക്ട് ചെയ്യാം നമുക്ക്. അതിലും ഇതുപോലെ നമ്മുടെ റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന വീഡിയോസുകൾ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാം. അതിൽ പക്ഷേ നമുക്ക് ഏകദേശം ഒരു 90% അല്ലെങ്കിൽ 80% ആ മെയിൻ വീഡിയോ തന്നെ കാണിക്കാൻ പറ്റും. നമ്മുടെ ഫേസ് ഏതെങ്കിലും ഒരു കോർണറിൽ കൊണ്ടുവച്ചാൽ മതിയാവും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. നമുക്കത് സെലക്ട് ചെയ്യാം, ഏത് കോർണറിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ എത്ര സൈസിലാണ് വെക്കേണ്ടതെന്ന് ശ്രിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 കൈ കൊണ്ട് നമ്മൾ ചെറുതാക്കില്ലേ ഫോട്ടോസൊക്കെ, അതുപോലെ ചെറുതാക്കി അത്രയും ചെറുതാവും നമുക്ക്. അപ്പോൾ നമുക്ക് അത് അങ്ങനെ കൊണ്ടുവയ്ക്കാം. ഏതെങ്കിലും കോർണറിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് റിയാക്ട് ചെയ്യും. നമ്മൾ എന്ത് റിയാക്ഷൻ കാണിച്ചാലും അത് ആ വെച്ച പൊസിഷനിൽ കാണാൻ പറ്റും. അപ്പോൾ ബാക്കി വീഡിയോസ് ഫുള്ളായിട്ട് നമുക്ക് കവറാകും. നമ്മുടെ ഫേസ് അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗത്ത് നമുക്ക് വയ്ക്കാനും പറ്റും. അപ്പോൾ ആ വീഡിയോ ആളുകൾ കണ്ടോളും, നമ്മുടെ ഫേസ് അല്ലല്ലോ കാണുന്നത്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ഓട്ടോമാറ്റിക് കൂടിക്കോളും. വ്യൂവേഴ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും കൂടും. സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയാണ് അതിൽ കൂടുന്ന? ഷോർട്സ് കാണുമ്പോൾ നമുക്ക് ഈ സബ്സ്ക്രൈബർ ബട്ടൺ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാതെ പോലും ചിലപ്പോൾ തട്ടി വിടുന്ന സംഗതികളിൽ കൂടെ വരും. അല്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് എന്നുള്ള ആ ബട്ടൺ അത് കസ്റ്റമറിൻ്റെ കയ്യിൽ പെട്ടെന്ന് തട്ടുന്ന പോലെയാണ് ഈ ഷോർട്സിൽ കിടക്കുന്നത്. അതുകൊണ്ട് വ്യൂവേഴ്സ് എത്രത്തോളം കൂടുന്നു അതിന് ആനുപാതികമായിട്ട് തന്നെ ഈ സബ്സ്ക്രൈബേഴ്സും കൂടിക്കോളും. അതിനെക്കുറിച്ച് ബേജാറാകേണ്ട കാര്യമില്ല. നമ്മൾ വ്യൂവേഴ്സ് മാത്രം കൂട്ടുക, അത് കൊളാബ് ചെയ്യാൻ എടുക്കുന്ന വീഡിയോസ് അത്രയും ക്വാളിറ്റി ഉള്ളത് എടുക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കുക.